ഇന്നലെ ഒരു TV ചാനലിൽ അങ്ങനെ ഇരുന്നിട്ട് കുറെ ആൾക്കാരുണ്ട് TV ഒക്കെ വാല് കൂടി പിടിച്ചിട്ട് നിൽക്കുന്നു. ഇന്നലെ ഒരുത്തം കയറി അടിക്കുക. ഈ കേരളത്തിൽ എന്തുണ്ട്? പിണറായി വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഏറ്റവും മോശമായ ഗവൺമെന്റ് ഇവരാണ്. കുറച്ചാൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടാ, മനസ്സിലായോ? കുറച്ചാൾക്കാരെ ശമ്പളം കൊടുത്തൊരു വടിയും കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കേരളം മോശമാണ്, കേരളം മോശമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ശമ്പളം വാങ്ങിയിട്ടാണ് പാൻറ്റും കുപ്പായും ഒക്കെ ഇട്ട് പിന്നെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഇവരെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം. നല്ല കുപ്പായം, നല്ല തുണി, നല്ല ലിപ്സ്റ്റിക്ക് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കളവ് പറയുന്ന ആളാണ് എന്നുള്ളതാണ്. അതിൽ തെറ്റില്ല, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാല് നമ്മളിപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ജോലി ചെയ്യും, ആ കൂട്ടത്തിലൊരു ജോലിയാണ് എന്നുള്ള നിലയ്ക്ക് വളരെ സ്നേഹപൂർവം നിങ്ങളിത് മനസ്സിലാക്കണം. എന്താ കാര്യം? ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നിങ്ങളെല്ലാം ജയിപ്പിച്ച MLA ആയ PV അൻവർ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ ഒരു ദിവസം കോഴിക്കോട് കൂടി പോയപ്പോൾ ഒരു ആള് വടിയേറ്റിൻ്റെ മുന്നിൽ വന്നു. അൻവർ ആ കക്കട എന്താ ഒരു പോയിലുണ്ട്, അവിടെ നടത്തുന്ന ഈ അതിക്രമം നിങ്ങൾ കാണുന്നില്ല. എന്നോട് ഞാൻ കണ്ടിട്ടില്ല, ഞാനവിടെ പോയിട്ടില്ല, വടിയേറ്റ് വന്നിരിക്കുക. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് കുറ്റം? അദ്ദേഹം വനഭൂമി വെട്ടിപ്പിടിച്ച ആളാണ്. അദ്ദേഹം പിന്നെന്താണ് അവിടെ വെള്ളം കീപ്പട്ടിക്ക് പോകുന്നത് തടഞ്ഞ് അനധികൃത അണക്കെട്ട് കെട്ടിയ ആളാണ്. ബക്രാനങ്കലിനേക്കാളും വലിയ അണക്കെട്ട് കെട്ടിയ ആളാണ് PV അൻവർ എന്നാണ് അപ്പൊ ഇവർ പറയുന്നത്. മനസ്സിലാക്കി? ബക്രാനങ്കലാണ് നമ്മൾ കണ്ടതിൽ വെച്ച് വലിയ അണക്കെട്ട്, അതിനേക്കാളും വലിയ അണക്കെട്ട് കക്കാടം പോയില് അൻവർ കെട്ടി. ആര്? നമ്മളെ മാധ്യമങ്ങൾ എല്ലാവരും അല്ല കേട്ടോ, അതിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ വടി പിടിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അൻവറിനില്ലാത്ത കുറ്റമില്ല. ഏത്? മറ്റേ ആദിവാസീൻ്റെ ഭൂമി അടിച്ചു മാറ്റി, മറ്റേ മദ്യം പറയാൻ പോയ ഭൂമി പിടിച്ചു മാറ്റി, പിന്നെ ആകാശത്ത് കയറിയിട്ട് മറ്റേ ഡാമുണ്ടാക്കി, ഡാമിൻ്റെ അടിയിൽ കയറിയിട്ട് മീനിനെ വളർത്തി, മീനിനടിച്ചിട്ട് അടിച്ചു മാറ്റി. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരത്തിൻ്റെ ആളാരാ? PV അൻവർ. ഇത് പറഞ്ഞാരാ? നമ്മളെ മാധ്യമങ്ങൾ. ഇപ്പം നിങ്ങൾ നോക്കി, നിങ്ങൾ രാവിലെ 6 മണിക്ക് അൻവർ നീക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ ഒതായിലെത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയോ? ഒതായിലെത്താനുള്ള ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഏതുണ്ടായത്? സീതിയാജിപ്പാലം കിട്ടിയത്. മനസ്സിലായി? ഞങ്ങള് ആദ്യം വരെ നീന്തിയിട്ട് പോയിരുന്ന സ്ഥലത്തിന്റെ പേരാണ് ഒതായി. അങ്ങനെ മനുഷ്യൻ നീന്തിപ്പോയി എത്താത്ത ഒരു സ്ഥലത്ത് രാവിലെ അൻവറിന്റെ വീട്ടിലെ പട്ടി, പൂച്ച, കോഴി ഇതൊക്കെ കൂവുന്നതിന്റെ മുമ്പ് ആദ്യം എത്തുന്നത് നമ്മളെ മാധ്യമ സുഹൃത്തുക്കളാ. അൻവർ നന്നായി, ലോകത്തെ ഏറ്റവും മഹാൻ PV അൻവർ. എന്തിനാ ഇപ്പോ അൻവർ സുഭാഷിതങ്ങൾ രാവിലെ തുടങ്ങും. അങ്ങനെയാണ്. വൈകുന്നേരം TV അവസാനിക്കുമ്പോൾ പറഞ്ഞാൽ നാളെ രാവിലെ അൻവറിന്റെ സുഭാഷിതങ്ങളുമായി നമുക്ക് കാണാം. അങ്ങനെ എപ്പോഴും ഉറങ്ങാൻ പോണ്. ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അടിച്ച് കലക്കില്ലേ ഇപ്പോൾ ഇവിടെ കേരളത്തില്? എന്താ ഇവിടെ തുടങ്ങുന്നത്? എന്താ ഈ പ്രവർത്തനം? എന്താണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കേരളത്തിലെ അടിവേറിറക്കണം. മനുഷ്യ സ്നേഹത്തിന്റെ ഈ മണ്ണ് ആർക്ക് കൊടുക്കണം? വർഗീയ സംഘർഷമില്ലാത്ത, ജാതീയ കലാപങ്ങളില്ലാത്ത, ആളുകൾ തമ്മിൽ പരസ്പരം സംഘർഷങ്ങളില്ലാത്ത, സമാനദാനത്തിന്റെ ഈ മണ്ണിനെ കാത്തു സൂക്ഷിക്കുന്ന, ദുർബലന്റെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന, ലോകം സൃഷ്ടിച്ചിരിക്കുന്ന സാമൂഹ്യ പരിമിതികളിൽ നിന്ന് നമ്മുടെ കാലം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നവീന സാങ്കേതിക വിദ്യ സൃഷ്ടിക്കാൻ പോകുന്ന അതിരൂക്ഷമായ പരിമിതികളിൽ നിന്ന് കേരളീയ സമൂഹത്തെ സംരക്ഷിക്കാൻ സഹായകരമായ തരത്തിലേക്കുള്ള ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ, നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് നിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന കേരള ഗവൺമെന്റിനെ, അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ അതിന്റെ അടിവേറുന്നതിന് വേണ്ടി കളവ് കൊണ്ട് ഞങ്ങൾ ശ്രമിച്ചു ജയിക്കും എന്നുള്ള പ്രഖ്യാപനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ, വർഗീയവാദികൾ, നാടിന്റെ താല്പര്യത്തിനെതിരായി നിൽക്കുന്നവർ, അവരുയർത്തുന്ന വെല്ലുവിളിയെ മുഖാമുഖം നേരിട്ടുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കീഴടങ്ങിയില്ല എന്ന കാര്യമാണ്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം.